എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായ വീടാണ്. പാലാ പൊൻകുന്നം ഹൈവേയിലെ മെയിൻ ടൗണായ പൈകട്ട് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് 200 മീറ്റർ ഉള്ളിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. വീടിന് മുന്നിൽ കൂടി പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നു. 17 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ 40 സെൻറ്റ് വരെ കിട്ടാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ഈ കാണുന്ന സ്ഥലം മൊത്തമാണെങ്കിൽ 40 സെൻറ്റ് ഉണ്ട്. ഈ കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്ന 16.8 സെൻറ്റ് സ്ഥലമാണ്. കാർ പോർച്ച് കൂടാതെ 1600 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടാണിത്. വലിയൊരു കാർ പോർച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. വീതിയേറിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ ബാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച് പുറത്ത് കൊടുത്തിരിക്കുന്നു. ഒരു കാലത്തും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. കൂടുതൽ സ്ഥലം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. ഇതാണ് നമ്മുടെ മുറ്റം. മുറ്റത്ത് ഫ്രണ്ടിൽ നാച്ചുറൽ സ്റ്റോൺ ബാഗിയിരിക്കുന്നു. സൈഡുകളിലേക്ക് ഇൻ്റർലോക്ക് ബാഗി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് ബാഗിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. 16,800 സ്ഥലവും ഈ കാണുന്ന മനോഹരമായ വീടും കൂടി ഉടമ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ഇനി മൊത്തം വേണമെങ്കിൽ 40 സെൻറ്റ് സ്ഥലമായിട്ടും വീടുമായിട്ടും ലഭിക്കുന്നതാണ്. ഒരു 4-5 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മുറ്റമാണുള്ളത്. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സൈഡിൽ ചെടികൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലമാണ് ഈ 40 സെൻറ്റ് പറയുന്നത്. പറമ്പിൻ്റെ സൈഡിൽ കൂടി പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നു. ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. നല്ലൊരു ഏരിയയാണ്. ആരാധനാലയങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. പൈകട്ട് ടൗണിലേക്ക് 1 കിലോമീറ്ററിൽ എത്താൻ പറ്റും. പാലാ, പൈക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിന് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. അങ്ങനെ നല്ല സൗകര്യത്തിലുള്ള നല്ലൊരു വീടാണിത്. കിണർ വെള്ളമാണ് ഇവിടെയുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്ന് പുറകുവശത്തുനിന്ന് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. കിണർ പുറകുവശത്താണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ടെല്ലാം കെട്ടിത്തിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. കിണറിൻ്റെ മുകളിൽ നെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇരു ഭാഗത്തായി അലക്കല്ലും ടാപ്പുമൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ചൊക്കെ നൽകിയിട്ടുണ്ട്. സൈഡുകളിലെ ചാരലൊക്കെ ഭാഗി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. നമ്മൾ കോമ്പൗണ്ടെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. സിറ്റ് ഔട്ട് കഴിഞ്ഞ് വിശാലമായ ഹാളിലേക്കാണ് കടന്നു വരുന്നത്. 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു ഹാളാണ് ഇവിടെയുള്ളത്. പാർട്ടീഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലിവിങ്ങും ഡൈനിങ്ങും കൂടി ഇങ്ങനെ വലിയൊരു ഹാൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡബിൾ ഹൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലൊരു ബാൽക്കണി പോലെ ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. 2ാം നിലയ്ക്കൊക്കെ ഉള്ള ഫൗണ്ടേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ 2ാം നില പണിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് വന്നിട്ടുള്ളത്. വലിപ്പമേറിയൊരു കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കിച്ചൺ റാക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെയും അത്യാവശ്യം കബോർഡുകളുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ കിച്ചനും വർക്ക് ഏരിയയുമാണുള്ളത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകളിൽ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. വലിപ്പമേറിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് ബാത്റൂമുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. 10 വർഷം വാറണ്ടിയുള്ള സെറയുടെ പ്രൊഡക്റ്റുകളാണ് ബാത്റൂമിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്.
അടുത്ത 2 ബെഡ്റൂമുകൾ ഈ വശത്തായിട്ട് വരുന്നു. ഈ ഒരു ഭാഗത്തെ നമുക്കൊരു ടേബിളൊക്കെ ഇടാനുള്ള ഒരു അയൺ ചെയ്യാനൊക്കെയുള്ള ടേബിളിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു പവർ പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് വരുന്നൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. 2 സൈഡിലും വലിയ ജനലുകളുണ്ട്, കബോർഡുകളുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ മനോഹരമായ ഏരിയയാണിത്. പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ദൂരം. പൈകി ടൗണിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പൈകി ടൗണിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന, ആരാധനാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന പോലെയുള്ള നല്ലൊരു ഏരിയയാണിത്. 16.8 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് കാർ പോർച്ച് കൂടാതെയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്നവരെ 85 ലക്ഷം രൂപയാണ്. ഇനി 40 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ, മൊത്തത്തിൽ 40 സെൻറ്റും വീടുമാണെങ്കിൽ 1,20,00,000 രൂപയും ചോദിക്കുന്നു.